നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാജീവ് ചന്ദ്രശേഖരെ BJP സംസ്ഥാന അധ്യക്ഷനാക്കിയത് ഒന്നും കാണാതെയല്ല എന്ന് പലതവണ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ സാക്ഷ്യപത്രമെന്നോണം ഇതാ ഒരു പുതിയ ക്രൈസ്തവ പാർട്ടി ജന്മമെടുത്തു കഴിഞ്ഞു. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി. 2023 ആഗസ്റ്റിൽ ഈ പേരിൽ ഒരു പാർട്ടി രൂപമെടുക്കാൻ ഒരുങ്ങിയതായിരുന്നു. പക്ഷേ ഗർഭത്തിൽ വെച്ച് തന്നെ അത് അലസിപ്പോയി. കാരണം അന്ന് മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ ഒരു വൻ വേട്ട തന്നെ, വൻ അക്രമം തന്നെ നടന്നതിനെ തുടർന്ന് വലിയ തോതിലൊരു പ്രക്ഷുബ്ധാവസ്ഥ ക്രൈസ്തവ സമൂഹത്തിൽ BJPക്കെതിരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കേണ്ട, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു ക്രൈസ്തവ പാർട്ടി എന്നുള്ള പേരിൽ ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കേണ്ട എന്ന് കത്തോലിക്ക സഭാ അധ്യക്ഷന്മാർ കൂട്ടം കൂടി തീരുമാനിച്ചു. അതിന്റെ ഫലമായാണ് തൽക്കാലത്തേക്ക് ആ പാർട്ടി അപ്പോൾ വേണ്ട എന്ന് വെച്ചത്. എന്നാൽ കാലമെല്ലാം മാറി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്നുള്ള പേരിൽ മുൻ കേരള കോൺഗ്രസ് നേതാവ് ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിൽ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്നൊരു പാർട്ടി രൂപമെടുത്തു എന്ന് മാത്രമല്ല, ആ പാർട്ടി NDAയിൽ ഘടകകക്ഷിയാവുകയാണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം എങ്ങനെയൊക്കെ UDFന്റെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താമെന്നുള്ള ആലോചനയിലാണ്, റിസർച്ചിലാണ് അദ്ദേഹം. അങ്ങനെയാണ് ഒരു ക്രൈസ്തവ പാർട്ടി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് BJPയിലെ ബുദ്ധികേന്ദ്രങ്ങൾക്ക് തോന്നിയത്. മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ UDFന് ഉറപ്പായും ലഭിക്കാവുന്ന സീറ്റുകൾ ഇല്ലാതാകണം, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതാകണം. അതിന് ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് അവിടെ ക്രൈസ്തവ പാർട്ടിയുടെ ലേബലിൽ ആരെങ്കിലും മത്സരിക്കണം. അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ സ്പ്ലിറ്റായി പോവും, ചിതറിപ്പോവും. അങ്ങനെ അവിടെ UDFന് ജയിക്കാൻ കഴിയാതെ വരും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പുതിയ പാർട്ടിക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി മുൻ ബിഷപ്പ് മാർ മാത്യു അറക്കലിന്റെ അനുഗ്രഹാശിസുകളോടെയാണ് ജോർജ് എ മാത്യുവിന്റെ നേതൃത്വത്തിൽ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപം കൊണ്ടതും അവർ NDAയിലെ ഘടകകക്ഷിയായി മാറുന്നതും. BJP കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ചില പുരോഹിതന്മാരും ബിഷപ്പുമാരും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു UDF വധം ആട്ടക്കഥയുടെ പ്രധാന ഭാഗമാണ് ഈ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി. ജോർജ് എ മാത്യു 3 വട്ടം കോൺഗ്രസ് MLA ആയിരുന്നു. അതിനു മുമ്പ് കേരള കോൺഗ്രസിന്റെ MP ആയിരുന്നു, പാർട്ടി ചെയർമാൻ ആയിരുന്നു. പിന്നീട് KM മാണിയുമായി കൊമ്പ് കോർത്താണ് അദ്ദേഹം കേരള കോൺഗ്രസ് വിടുന്നത്. അതിനുശേഷം കോൺഗ്രസിലെത്തി കാഞ്ഞിരപ്പള്ളി MLA ആയി 3 തവണയെങ്കിലും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കുകയായിരുന്നു. 2023 അന്നും കേരള കോൺഗ്രസ് നേതാവായിരുന്ന ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിലാണ് ഈ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി ജന്മമെടുക്കാൻ വേണ്ടി പോയത്. പക്ഷേ ജോണി നെല്ലൂരിന് ആ പാർട്ടി ഉണ്ടാക്കാനോ മുന്നോട്ട് പോകാനോ കഴിഞ്ഞില്ല. ഏതായാലും ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച്, അല്ലെങ്കിൽ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് UDFന് വിജയസാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിജയസാധ്യതയെ BJPക്കും CPMനും വേണ്ടി തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പാർട്ടി രൂപം കൊള്ളുന്നത്, അല്ലെങ്കിൽ രൂപം കൊണ്ടതെന്നാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF വിജയിക്കുമെന്ന് ഉറപ്പുള്ള 3 ജില്ലകളിലെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രധാനപ്പെട്ട സീറ്റുകളിലെല്ലാം UDFനെതിരെ ഈ പാർട്ടിയുടെ നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടിയുടെ അണികൾ മത്സരിക്കും. ഈ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ UDFന് ലഭിക്കാവുന്ന വോട്ടുകൾ ചിതറിപ്പോവുകയും അവിടെ UDF പരാജയപ്പെടുകയും ആ സ്ഥാനത്ത് LDF വിജയിക്കുകയും ചെയ്യും. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ പ്രധാന ഉദ്ദേശം 3ാം തവണയും പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുകയും അതോടൊപ്പം BJPക്ക് കേരള നിയമസഭയിൽ 7-ലധികം സീറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുകയുമാണ്. അതിനുവേണ്ടി UDFന്റെ സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മുൻനിർത്തിയാണ് ഈ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി ഇപ്പോൾ പിറന്നു വീണിരിക്കുന്നത്. BJPയും കത്തോലിക്ക സഭയിലെ ചില മേലധ്യക്ഷന്മാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്, CPMന്റെ അനുഗ്രഹാശിസുകളോടുള്ള ഈ കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ UDFന് മധ്യ കേരളത്തിൽ ഇനി ഏറ്റവും ഭീഷണിയാകാൻ പോകുന്നത്.